ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ഇയാളെ ബാന്ദ്ര സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണിപ്പോൾ. CCTV ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം കണ്ടയാൾ തന്നെയാണ് പിടിയിലായത്. ജനുവരി 14-ന് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ വീട്ടിലും പ്രതി പരിസര പരിശോധന നടത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗൗരവതരമായിട്ടുള്ളതായിരുന്നു, പക്ഷേ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഏതായാലും പെട്ടെന്ന് തന്നെ മുംബൈ പോലീസിന് ഈ പ്രതിയെ പിടികൂടാനായി. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? എന്താണ് അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സനീഷ്, തീർച്ചയായും ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലുള്ള ആൾ തന്നെയാണ് ഈ പ്രതി എന്നാണ് ഇപ്പോഴും പോലീസ് സംശയിക്കുന്നത്. മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ DCP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബാന്ദ്രയിലെ സ്റ്റേഷനിൽ ഈ പ്രതിയെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ദുരൂഹത നിറഞ്ഞൊരു കേസാണിത്. കാരണം ഇത് ആദ്യം മോഷണ ശ്രമമാണെന്നും പിന്നീട് മോഷണ ശ്രമമല്ല, ഈ പ്രതിക്ക് അല്ലെങ്കിൽ അവിടെ എത്തി ഇദ്ദേഹത്തെ സെയ്ഫ് അലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ച വ്യക്തിക്ക്, അക്രമിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിരുന്നു എന്ന രൂപത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പോലീസ് ആ രൂപത്തിലൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം പോലീസ് പിന്നീട് പറഞ്ഞിരുന്നത് ഈ പ്രതി രക്ഷപ്പെട്ടത് മുംബൈയിലെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ വഴിയാണ്, അദ്ദേഹം വസ്ത്രം മാറി രക്ഷപ്പെടുകയായിരുന്നു എന്ന രൂപത്തിലായിരുന്നു പോലീസ് ഇന്നലെ പറഞ്ഞിരുന്നത്. അതേ നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. ഇന്നലെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന കണ്ട വസ്ത്രങ്ങളല്ല ഇപ്പോൾ പ്രതിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ളത്. ആ CCTV ദൃശ്യങ്ങളുള്ള ആൾ തന്നെയാണ് ഈ പ്രതി എന്ന രൂപത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സെയ്ഫ് അലി ഖാനെ കുത്തിയതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള മൊഴികളാണ്. ആ മൊഴികളിൽ പലതിലും വൈരുദ്ധ്യമുണ്ട് എന്ന രൂപത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കാരണം ആ ഹോം നേഴ്സ് ആയിട്ടുള്ള ഏലിയാമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പ്രതി അക്രമി വീട്ടിനകത്ത് നിൽക്കുന്നതായി ആദ്യം കണ്ടത്. ബാത്റൂമിനകത്ത് ഈ പ്രതി നിൽക്കുകയായിരുന്നു എന്നാണ് ഏലിയാമ്മ മൊഴി നൽകിയിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുറിയിലേക്ക് ഈ പ്രതി കടന്നു കയറുകയും അതിനിടെ തന്നെ 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന കാര്യമാണ്. ആ മൊഴിയെ തുടർന്നാണ് പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. പ്രതി രക്ഷപ്പെട്ടത് ഒരിക്കലും ഒരുപക്ഷെ സാധാരണഗതിയിൽ CCTVയും മറ്റ് സുരക്ഷാ വാതിലുകളും ഒക്കെ വലിയ സുരക്ഷാ വാതിലുകളും ഫിംഗർ പ്രിൻ്റൊക്കെ ഉപയോഗിച്ചുള്ള സുരക്ഷാ വാതിലുകളൊക്കെ ഉള്ള ലിഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഉള്ള സ്റ്റെയർ കേസ് വഴിയോ അല്ല രക്ഷപ്പെട്ടിട്ടുള്ളത്. ഫയർ സേഫ്റ്റി അതിനായി ഉപയോഗിക്കുന്ന വഴികളിലൂടെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്ന രൂപത്തിലുള്ള നിഗമനമാണ് പോലീസ് എത്തിയത്. പോലീസ് അന്വേഷണം തുടർന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ മുഖ്യപ്രതി തന്നെയാണ് പിടിയിലായിട്ടുള്ളത്. പക്ഷേ പോലീസ് രാവിലെ വ്യക്തമാക്കിയിരുന്നത് ഇതിൽ ഒന്നിലധികം പ്രതികളുണ്ട്, ഒരാൾ കൊണ്ട് മാത്രം ഇവിടെ കടന്നു കയറാൻ കഴിയില്ല എന്ന രൂപത്തിലാണ്. കാരണം CCTV ദൃശ്യങ്ങളിൽ നിന്ന് മറ്റു വലിയ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 20 സംഘങ്ങളായി തിരിഞ്ഞ് 20 സംഘങ്ങളെയാണ് ഈ അന്വേഷണത്തിന് പ്രതികളെ പിടികൂടാൻ നിയോഗിച്ചിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഷാരൂഖ് ഖാന്റെ വീട്ടിൽ, സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ വീട്ടിൽ ഇതേ പ്രതി തന്നെ മോഷണത്തിന് വേണ്ടി പരിസര പരിശോധന നടത്തിയിരുന്നു എന്നൊരു വിവരം കൂടി പോലീസ് പുറത്തുവിടുന്നുണ്ട്. അതായത് ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുംബൈയിലെ ബാന്ദ്രയിലെ വലിയ VVIPകൾ താമസിക്കുന്ന മേഖലയിൽ നടക്കുന്ന ഒരു മോഷണ ശ്രമത്തിൻ്റെ, അതായത് 1 കോടി രൂപ വരെയാണ് വീട്ടിനകത്ത് കയറി ഇയാൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ വലിയ പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും ഇദ്ദേഹം എങ്ങനെ കയറിക്കൂടി, ഇദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഒരു മുഖ്യപ്രതി പിടിയിലായിട്ടുണ്ടോ എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. സനീഷ്, നന്ദി ശ്രീജിത്ത്, ആ വിവരങ്ങൾക്ക്. എന്തായാലും